الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس. فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم ونعم المولى ونعم النصير. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടേണ്ട വണ്ണം ഭയപ്പെട്ടു, സൂക്ഷിക്കേണ്ട വണ്ണം സൂക്ഷിച്ചു, തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിത ഇടപാടുകളെ മുഴുവനും ക്രമീകരിച്ചു കൊണ്ടുപോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും അതുവഴി അള്ളാഹു തൃപ്തിപ്പെടുന്ന അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്പുരാന്റെ തൃപ്തി നേടി അവന്റെ സച്ചരിതരായ അടിയാറുകളിൽ ഉൾപ്പെട്ട് ജീവിക്കാനും പടച്ചവന്റെ റിളയോടുകൂടി ഈ ലോകത്തോട് വിട പറയാനും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് അനന്തരമെടുക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികൾ എന്ന നിലക്ക് എന്താണ് ജീവിതമെന്നും എന്തിനാണ് ഈ ജീവിതമെന്നും അല്ലാഹു നൽകിയ ഈ ജീവിതം കൊണ്ട്, ആയുസ് കൊണ്ട് എന്താണ് നമുക്ക് സാധിക്കേണ്ടതെന്നുമൊക്കെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു ദീനിലാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചും വളർന്നും ജീവിച്ചും കൊണ്ടിരിക്കുന്നത്. നമ്മൾ സമൂഹത്തെ എടുത്തു പരിശോധിച്ചാൽ, നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരെക്കുറിച്ച് ചിന്തിച്ചാൽ, ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ച ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു പോയതുകൊണ്ട്
മരിക്കുന്നത് വരെ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കണം എന്ന് കരുതുന്നവരാണ്. ജനിച്ചു പോയല്ലോ, അതുകൊണ്ട് ഇനി മരണം വരെ ജീവിച്ചല്ലേ മതിയാകൂ എന്ന് കരുതി അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു വിഭാഗം ആളുകളുണ്ട്. അലസവും അലക്ഷ്യവുമായ ജീവിതം തള്ളി നീക്കുന്നവരാണവർ. പ്രത്യേകിച്ച് കൃത്യമായ ഒരു ലക്ഷ്യമൊന്നും ജീവിതത്തിന് അവരുടെ മുമ്പിൽ ഉണ്ടാവുകയില്ല. വിശക്കുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ ശരീരം ക്ഷീണിക്കുന്നു, ഉറങ്ങണം, മറ്റ് ശരീരത്തിന്റെ ജൈവികവും പ്രകൃതിപരവുമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം. ഇതിനെല്ലാത്തിനും കൂടി വേണമെങ്കിൽ അധ്വാനിക്കണം. അങ്ങനെ സൂര്യനും ചന്ദ്രനും അതിന്റെ പണി കൃത്യമായി നിർവഹിക്കുന്നത് കൊണ്ട് ദിവസങ്ങൾ ആഴ്ചകൾക്കും ആഴ്ചകൾ, മാസങ്ങൾക്കും മാസങ്ങൾ, വർഷങ്ങൾക്കും വഴിമാറി അങ്ങനെ ആയുസ് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയും അവരുടെ മുമ്പിൽ ഉണ്ടാവുകയില്ല. ജനിച്ചു പോയത് കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണവർ. ഇനിയും മറ്റൊരു വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം എന്ന് പറയുന്നത് പരമാവധി ആസ്വദിക്കാനുള്ളതാണ്, പരമാവധി ആനന്ദിക്കാനുള്ളതാണ്. അഥവാ ഈ ഐഹിക ജീവിതത്തിലെ സുഖസൗകര്യങ്ങളെ മുഖ്യ ലക്ഷ്യമായി കാണുന്നവർ, തങ്ങളുടെ സുഖം മാത്രം മുന്നിൽ കാണുന്ന, തങ്ങളുടെ ഇച്ഛകളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം മാത്രം മുഖ്യ ലക്ഷ്യമായി കാണുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ആ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ദുനിയാവിൽ അവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി എന്തും ചെയ്യാനൊരു മടിയും അവർക്കുണ്ടാവുകയില്ല. കളവായാലും ചതിയായാലും വഞ്ചനയായാലും കുതന്ത്രങ്ങളായാലും കൊള്ളയായാലും കൊള്ളിവെപ്പായാലും കൊലപാതകമായാലും ഇതൊക്കെയും തങ്ങളുടെ സൗകര്യവും സുഖവും ലക്ഷ്യം വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. എന്തിനും ഏതിനും എനിക്കെന്ത് കിട്ടും, എന്റെ ജീവിതം എങ്ങനെ കൂടുതൽ സുഖകരമാക്കാം, അത് മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിച്ചിട്ടായാലും കുഴപ്പമില്ല, സമൂഹത്തിന്റെ താല്പര്യങ്ങളോട് ഇടഞ്ഞാലും പ്രശ്നമില്ല, എനിക്കെന്റെ സുഖം, എന്തിലും ഏതിലും എനിക്കെന്റെ സുഖം. എന്തിനാണ് ഈ ജീവിതമെന്നോ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്തെന്നോ ചിന്തിക്കാതെ ആയുസ് തള്ളി നീക്കുന്ന ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തനായിരിക്കണം ഒരു മുഅ്മിൻ, സത്യവിശ്വാസികൾ എന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചകന്മാരും നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്ഷണികമായ ഈ ജീവിതം എന്ന് പറയുന്നത് അവർക്ക് അലസമായ ഒന്നല്ല, അലക്ഷ്യമായ ഒന്നല്ല, അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി തള്ളി നീക്കേണ്ടതായ, അതല്ലെങ്കിൽ ഐഹികമായ എന്തെങ്കിലും ലക്ഷ്യങ്ങളിൽ തളച്ചിടേണ്ടതായ ഒന്നല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ആയുസ്സും ജീവിതവും എന്ന് പറയുന്നത്. മറിച്ച് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ആയുസ് തങ്ങളുടെ ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, അഥവാ തങ്ങൾക്ക് ജീവനും ജീവിതവും വായുവും വെള്ളവും വെളിച്ചവും ജീവിത വിഭവങ്ങളും ഒക്കെ നൽകിയ പ്രപഞ്ചനാഥനായ പടച്ച റബ്ബിന്റെ താല്പര്യം പൂർത്തീകരിച്ചുകൊണ്ട് വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണ് അവൻ ഈ ദുനിയാവിൽ കെട്ടിപ്പടുക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓതിവെച്ച സൂറത്ത് ഹജ്ജിന്റെ അവസാന ഭാഗത്തെ 2 ആയത്തുകളിൽ വിശ്വാസികളുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും അതിനാവശ്യമായ ജീവിത രീതിയെക്കുറിച്ചും ആ ജീവിത ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചും സ്വയം പാകപ്പെടുത്തലിനെ സംബന്ധിച്ചുമൊക്കെ വളരെ സംക്ഷിപ്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ആയത്തുകളാണ്. മുഅ്മിനുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മോട് പറയുന്നത് നിങ്ങളെ അള്ളാഹു പടച്ചവന്റെ ദൗത്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്തതാണ് എന്നാണ്. അഥവാ എങ്ങനെയെങ്കിലും ജീവിച്ച് മരിക്കേണ്ടവരല്ല നിങ്ങൾ. ജനിച്ചുപോയി എന്നതുകൊണ്ട് മാത്രം മരിക്കുന്നത് വരെ ദുനിയാവിൽ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടുക എന്നതാകരുത് നിങ്ങളുടെ നിലപാട്. ഒരു ഉത്തരവാദിത്വവുമില്ലാതെ അലസമായി ആയുസ് തള്ളി നീക്കേണ്ടവരല്ല മുഅ്മിനുകളായ എന്റെ അടിയാറുകൾ. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മറ്റ് ജനവിഭാഗങ്ങളെ പോലെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതസമൂഹങ്ങളെ പോലെ ദുനിയവിയായ ലക്ഷ്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി ജീവിതം തുലക്കേണ്ടവരല്ല മുഅ്മിനുകളെ നിങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്.
ആഹാരം കഴിക്കുക, ഭോഗിക്കുക, അതുപോലെ തന്നെ ഉറങ്ങുക, പിന്നെയും അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്ന കേവല ജഡിക വികാര പൂർത്തീകരണത്തെ കുറിച്ച് മാത്രം ചിന്തിക്കേണ്ടവരല്ല മുസ്ലിം ഉമ്മ. വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി ഹുവ ജിത്തബാകും. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. അല്ലാഹു പ്രപഞ്ചനാഥൻ അവന്റെ ദൗത്യത്തിന് വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുത്തവരാണ് നിങ്ങളെ. ഇജ്തബ എന്നാണ് ഖുർആൻ പറയുന്നത്. ഇജ്തബ എന്നാണ് ഖുർആനിന്റെ പ്രയോഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ പ്രയോഗം മറ്റൊരിടത്ത് നമ്മൾ കാണുന്നത് പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കാൻ ഉപയോഗിച്ചതായിട്ടാണ്. ഏതൊരു ദൗത്യത്തിന് വേണ്ടിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അംബിയ മുർസലുകളെ തെരഞ്ഞെടുത്തത്, ആ കാര്യം നിർവഹിക്കേണ്ടവരാണ് നിങ്ങൾ. അതായിരിക്കണം നിങ്ങളുടെ ജീവിത ദൗത്യമെന്ന്. അതിന് പ്രാപ്തമാകുന്ന, അതിന് സഹായകരമാകുന്ന, അതിന് അനുഗുണമാകുന്ന തരത്തിലായിരിക്കണം നിങ്ങളുടെ മറ്റെല്ലാ ജീവിത ഇടപാടുകളും എന്ന്. നിങ്ങൾ ജോലി ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും, നിങ്ങൾ വിവാഹം കഴിക്കുന്നതും കുടുംബജീവിതം നയിക്കുന്നതും, സാമൂഹ്യ ജീവിതം കെട്ടിപ്പടുക്കുന്നതും, രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നതും, സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുന്നതും എല്ലാം ഈ ദൗത്യത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാകണം. ഈ ദൗത്യ നിർവഹണം ലക്ഷ്യം വെച്ചുകൊണ്ടാകണം. അഥവാ പടച്ചവന് വേണ്ടി ജീവിക്കുക, അള്ളാഹുവിന്റെ ദൗത്യത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഇതൊക്കെ പടച്ചവൻ എന്തെങ്കിലും ഒരു ഔദാര്യം ചെയ്യുകയാണ് നമ്മളെന്ന്. മറിച്ച് അങ്ങനെ അള്ളാഹുവിന് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഔദാര്യം ലഭിക്കേണ്ട ഒരു കാര്യവുമില്ല. പടച്ചവൻ നമ്മളോട് ഈ കാര്യം നിർവഹിക്കാൻ കൽപ്പിക്കുന്നത് നമ്മുടെ തന്നെ വിജയത്തിന് വേണ്ടിയാണ്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ അടിവരയിടുന്നുണ്ട്. ക്ഷണികവും നൈമിഷികവുമായ ഈ ഐഹിക ജീവിതത്തിന് ശേഷം അനിവാര്യമായും വരാനിരിക്കുന്ന പാരത്രിക ജീവിതത്തിലെ യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യന്റെ വിജയവും സ്വർഗപ്രവേശനവും സാധ്യമാകുന്നത് ഈ ദൗത്യത്തോടുള്ള നിങ്ങളുടെ നിലപാടും സമീപനവും നോക്കിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിടുകയാണ്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, ഈ ദൗത്യം വേണ്ട വിധം നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയികളിൽ ഉൾപ്പെടാം. എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യം? വളരെ ആറ്റിക്കുറുക്കി, വളരെ സംക്ഷിപ്തമായി അല്ലാഹ് പറയുന്നത് ഹഖ്ഖ ജിഹാദിഹി വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി. പടച്ചവന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കേണ്ട വിധം പണിയെടുക്കുക, പരിശ്രമിക്കേണ്ട വിധം പരിശ്രമിക്കുക, ത്യാഗം ചെയ്യേണ്ട വിധം ത്യാഗം ചെയ്യുക. ഒരു പ്രഖ്യാപിതമായ ലക്ഷ്യത്തിന് വേണ്ടി നിരന്തരമായി നിർവഹിക്കുന്ന ത്യാഗ പരിശ്രമങ്ങൾക്കാണ് നമ്മൾ ജിഹാദ് എന്ന് പറയുന്നത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പടച്ചവൻ തന്നെ പറയുന്നത് അവനെ അള്ളാഹു തെരഞ്ഞെടുത്തത് അതിനു വേണ്ടിയാണ് എന്നാണ്. ലിഇഅ്ലാഇ കലിമത്തില്ലാഹി വലിഇദ്ഹാരി ദീനിഹി, ലിഇഅ്ലാഇ കലിമത്തില്ലാഹി വലിഇദ്ഹാരി ദീനിഹി. പടച്ചവന്റെ കലിമത്തിന്റെ ഉയർച്ചയ്ക്കും അവന്റെ ദീനിന്റെ വിജയത്തിനും വേണ്ടി, അതിനുവേണ്ടി നിരന്തരമായ പരിശ്രമത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. അംബിയ മുർസലുകളെ അല്ലാഹു തെരഞ്ഞെടുത്തത് അതിനായിരുന്നു. ആ പ്രവാചകത്വ പരമ്പരയിലെ അവസാന കണ്ണി അഷ്റഫുൽ ഖൽഖ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഇതേ ദൗത്യം നിർവഹിക്കാൻ പടച്ച റബ്ബ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സത്യദീനും സന്മാർഗവും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകനെ നിയോഗിച്ചു. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, മറ്റെല്ലാ വ്യവസ്ഥിതികളെക്കാളും ഈ ദീനിനെ അതിജയിപ്പിക്കാൻ, ഈ ദീനിന് മേൽക്കേ ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടി അല്ലാഹ് പറയുന്നത് ഇതേ ദൗത്യമാണ് മുസ്ലിം ഉമ്മത്തിനും നിർവഹിക്കാനുള്ളത്. അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാനുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഅ്മിനുകളായ അടിയാറുകൾക്ക് നൽകുന്നില്ല എന്ന് പ്രിയമുള്ളവരെ നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം. ആ വിശ്വാസത്തിന്റെ അനിവാര്യമായ താല്പര്യമായിട്ടാണ് പടച്ചവന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവിരാമമായ അവിശ്രമമായ പരിശ്രമത്തെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മുഅ്മിനിന്റെ ജീവിതത്തെ ഖുർആൻ അടയാളപ്പെടുന്നത് അങ്ങനെയാണ്. അഥവാ ഉമ്മത്ത് മുഹമ്മദിന്റെ ഭാഗമായി എന്നതുകൊണ്ട് മാത്രം ഞാനും നിങ്ങളും വിജയികളാകുമെന്ന് നമുക്ക് ആശ്വസിക്കാൻ ന്യായമില്ല. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പണിയെടുക്കാതെ, പടച്ചവന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാതെ
സ്വർഗം നേടാമെന്ന് ഞാനും നിങ്ങളും വ്യാമോഹിക്കേണ്ടതില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ അടിവരയിടുന്നത്. പക്ഷേ മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മഹാഭൂരിപക്ഷത്തിനും ഈ യാഥാർത്ഥ്യം ഇനിയും മനസ്സിലായിട്ടില്ല. അവരിലധികം പേരും നേരത്തെ ഞാൻ പറഞ്ഞ ജീവിത വീക്ഷണത്തിൽ തന്നെയാണ് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. അലസവും അലക്ഷ്യവുമായി ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നവർ ഈ ഉമ്മത്തിൽ തന്നെയുണ്ട്. ദുനിയവിയായ സൗകര്യങ്ങൾക്ക് പിറകെ പരക്കം പായുന്ന വലിയൊരു വിഭാഗം ഈ ഉമ്മത്തിന്റെ ഭാഗമായി തന്നെയുണ്ട്. ഈ പറഞ്ഞ വളരെ കൃത്യമായി ജീവിതത്തിൽ ലക്ഷ്യം നിർണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നവർ വളരെ അപൂർവമാണ്. ഞാൻ പറയുന്നത് അള്ളാഹുവിലും പ്രവാചകരിലും വിശ്വസിക്കാത്തവർ വിശ്വാസികളാവുകയില്ല, മുഅ്മിനുകളാവുകയില്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാത്തവർ വിശ്വാസികളാവുകയില്ല എന്ന കാര്യം ഇനിയും മനസ്സിലായിട്ടില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. അള്ളാഹുവിലും പ്രവാചകരിലും വിശ്വസിക്കാത്തവർ വിശ്വാസികളാവുകയില്ല, മുഅ്മിനുകളാവുകയില്ല. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അള്ളാഹുവിലും അന്ത്യപ്രവാചകരിലും വിശ്വസിക്കാത്തവർ മുഅ്മിനുകളാവുകയില്ല എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനുകൾക്ക് തന്നെ പടച്ചവന്റെ മാർഗത്തിൽ പരിശ്രമിക്കാതെ മുഅ്മിനുകളാവാൻ സാധ്യമല്ല എന്ന കാര്യം ഇനിയും മനസ്സിലായിട്ടില്ല. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കൂ. വിശ്വാസത്തെയും ജിഹാദിനെയും പരസ്പരം ചേർത്തുകൊണ്ടാണ് ഖുർആൻ ആവർത്തിച്ചു പഠിപ്പിക്കുന്നത്. ഈമാനിനെയും ജിഹാദിനെയും രണ്ടായിട്ടല്ല പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈമാനിന്റെ അനിവാര്യ നേട്ടമായിട്ടാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. സൂറത്തു സഫിന്റെ അവസാന ഭാഗത്ത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി തുമ്മ ലം യർതാബു വജാഹിദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് സൂറത്തുൽ ഹുജറാത്തിന്റെ അവസാന ഭാഗത്ത് രണ്ടിലും മുഅ്മിനുകളെ സംബന്ധിച്ചാണ് അല്ലാഹു പറയുന്നത്. സൂറത്തു സഫിൽ യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനുകളെ എന്നാണ് അല്ലാഹു അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. വേദനാജനകമായ ഒരു ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന കച്ചവടത്തെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? കച്ചവടം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഒരു ജനതയെയാണ് അഭിസംബോധന ചെയ്യുന്നത്. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കച്ചവട യാത്രകൾ ജീവിതത്തിന്റെ അനിവാര്യ ഭാഗമാക്കി മാറ്റിയ ഒരു ജനതയെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു കച്ചവടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഒരു ആകാംക്ഷ സൃഷ്ടിക്കുന്ന, അനുവാചകരിൽ താല്പര്യമുണർത്തുന്ന ഒരു ചോദ്യ ശൈലിയിലാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടത്തെ കുറിച്ച് നിങ്ങളെ ഞാൻ അറിയിക്കട്ടെയോ? ആ കച്ചവടത്തിന്റെ പ്രത്യേകത തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുന്ന കച്ചവടമാണ്. ആരെ രക്ഷപ്പെടുന്ന കച്ചവടമാണ്? മുനാഫിക്കുകളെയല്ല. യാ അയ്യുഹല്ലദീന കഫറു എന്നല്ല, യാ അയ്യുഹൽ മുശ്രികൂൻ എന്നുമല്ല. മുശ്രിക്കുകളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കച്ചവടത്തെ കുറിച്ചല്ല പറയുന്നത്. കാഫിറുകളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കച്ചവടത്തെ കുറിച്ചല്ല പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹുവിലും അന്ത്യപ്രവാചകരിലും അന്ത്യദിനത്തിലും ഒക്കെ വിശ്വസിച്ചു എന്ന് പറയുന്ന മുഅ്മിനുകളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, നിങ്ങളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കച്ചവടത്തെ കുറിച്ച് അറിയിച്ചു തരട്ടെയോ എന്ന്. അപ്പോ അല്ലാഹുവിലും അന്ത്യദിനത്തിലും അന്ത്യപ്രവാചകരിലും ഒക്കെ വിശ്വസിച്ചു എന്നത് കൊണ്ട് മാത്രം ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ആ അഭിസംബോധനയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അഥവാ ആ വേദനാജനകമായ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ പടച്ചവരിലും പ്രവാചകന്മാരിലും പരലോകത്തിലും വിശ്വസിച്ചാൽ മാത്രം പോരാ. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും. അവ രണ്ടിനുമിടയിൽ വഖഫിനുള്ള അനുവാദം പോലും തജ്വീദിന്റെ പണ്ഡിതന്മാർ നൽകിയിട്ടില്ല. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും. അല്ലാഹുവിലും പ്രവാചകരിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവധനാദികളാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുക. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഇതാണ് നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല ഇതിന്റെ അനന്തരഫലം. യഗ്ഫിർ ലക്കും ദുനൂബക്കും വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദ്ൻ ദാലികൽ ഫൗസുൽ അദീം. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ നിങ്ങൾ അല്ലാഹു പ്രവേശിപ്പിക്കും.
അവിടെ വിശിഷ്ടമായ പാർപ്പിടം അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ സഹായവും വിജയവും നിങ്ങൾക്ക് കൈവരുകയും ചെയ്യും. ആദ്യം പറഞ്ഞത് പരലോകത്തേക്കുള്ളതാണെങ്കിൽ രണ്ടാമത് പറയുന്നത് ദുനിയാവിലുള്ളതാണ്. അപ്പൊ ഇതിനൊക്കെയുള്ള നിബന്ധനയായിക്കൊണ്ട്, ഇതിനേക്കുള്ള കണ്ടീഷൻ ആയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളുടെ ജീവധനാദികൾ കൊണ്ട്, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പടച്ചവന്റെ മാർഗത്തിൽ പണിയെടുത്തുകൊണ്ടേ നിങ്ങൾക്ക് അവനിൽ നിന്നുള്ള മഗ്ഫിറത്തിന് നിങ്ങൾ അർഹരായി തീരുകയുള്ളൂ. അള്ളാഹു നിങ്ങൾക്ക് സജ്ജീകരിച്ചു വെച്ചിട്ടുള്ള സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിക്കപ്പെടാനുള്ള യോഗ്യത നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ആ ജിഹാദിന്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമത്തിന് പടച്ചവൻ മുന്നിൽ വെക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ്. പടച്ചവന്റെ മാർഗത്തിലുള്ള ജിഹാദിന് അള്ളാഹു ഉദാഹരിക്കുന്നത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ്. മില്ലത്ത അബീക്കും ഇബ്രാഹിം വജാഹിദു ബില്ലാഹി ഹഖ ജിഹാദിഹി ഹുവ ജിതബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത്ത അബീക്കും ഇബ്രാഹിം. നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗത്തിൽ നിങ്ങൾ നിലകൊള്ളുക. ജിഹാദിന് മാതൃകയായിക്കൊണ്ട് അള്ളാഹു ഉദാഹരിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ്. പടച്ചവന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നല്ലോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റേത്. ഓർമ്മ വെച്ച നേരം മുതൽ റൂഹ് പിരിയുന്ന നിമിഷം വരെ, ബുദ്ധിയുദിച്ച നേരം മുതൽ ഇഹലോകത്തോട് വിട പറയുന്ന നേരം വരെ ജീവിതം മുഴുവനും പടച്ചവന് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് അവിരാമം അവിശ്രമം പടച്ചവന് വേണ്ടി പണിയെടുത്ത ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ് മുഅ്മിനുകൾക്ക് ജിഹാദിനുള്ള മാതൃകയായി അള്ളാഹു മുമ്പിൽ വെക്കുന്നത്. തന്റെ സമൂഹം തന്നെ ബഹിഷ്കരിച്ചപ്പോഴും, കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോഴും, പിതാവ് പോലും ആട്ടിപ്പായിച്ചപ്പോഴും, പിറന്ന വീട്ടിൽ നിന്നും ഇറക്കി വിട്ടപ്പോഴും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഏകനായി പണിയെടുത്ത ഇബ്രാഹിം അലൈഹിസ്സലാം, ഒരു ഘട്ടത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിമേ നീ താങ്കൾ അള്ളാഹുവിന് സമർപ്പിക്കുക എന്ന് പറയുമ്പോ ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കാതെ അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ഞാനിതാ എന്റെ നാഥന് എന്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ജീവിതം മുഴുവനും നാഥന് സമർപ്പിക്കുകയും അവസാനം തന്റെ സ്നേഹനിധിയായ പ്രിയപ്പെട്ട മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ വരെ സന്നദ്ധമാവുകയും ചെയ്ത ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ കാലഘട്ടത്തിലെ ധിക്കാരിയായ നമ്രൂദും പരിവാരങ്ങളും ഒക്കെ ഇബ്രാഹിം അലൈഹിസ്സലാമിന് വേണ്ടി ഒരുക്കി വെച്ച പരീക്ഷണത്തിന്റെ അഗ്നിജ്വാലങ്ങളെ അള്ളാഹുവിന്റെ തവക്കൽ കൊണ്ട്, ഈമാൻ കൊണ്ട് നേരിട്ട പ്രവാചകൻ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രിയപ്പെട്ട പത്നിയെയും പ്രിയപ്പെട്ട പിഞ്ചു കുയിലിനെയും വിജനമായ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകാൻ യാതൊരു മടിയുമില്ലാതിരുന്ന പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇറാഖിലും ഷാമിലും ജോർദാനിലും അറേബ്യയുടെ മറ്റു പല ഭാഗങ്ങളിലും ഏകനായി സഞ്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അത്യധ്വാനം ചെയ്ത പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ത്യാഗോജ്വലമായ ജീവിതത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ആ നിലപാടിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കാൻ ആവശ്യപ്പെടുന്നത്. ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ആധുനിക ഫറോവമാരുടെയും നമ്രൂദുമാരുടെയും ഒക്കെ പിൻഗാമികൾ അരങ്ങ് തകർക്കുന്ന ഈ ആധുനിക ലോകത്ത് ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അനുയായികളാകാനാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. പടച്ചവൻ അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട്, മനുഷ്യർക്ക് മേൽ തങ്ങളുടേതായ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മനുഷ്യ മക്കളെ തങ്ങളുടെ അടിമകളാക്കി അടക്കി ഭരിക്കുന്ന ധിക്കാരികളെയും ദുശക്തികളെയും ഒക്കെ പടച്ചവനിലേക്ക് മാർഗദർശനം ചെയ്യാൻ വജാഹിദു ബില്ലാഹി ഹഖ ജിഹാദിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കാൻ പ്രേരിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ആധുനിക ഫറോവമാരും നമ്രൂദുമാരും ഒക്കെ വിശ്വാസികൾക്ക് ചുറ്റും പരീക്ഷണത്തിന്റെ അഗ്നികുണ്ഡങ്ങൾ ഒരുക്കി കാത്തിരിക്കുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിന്മുറക്കാരാകാനുള്ള ആഹ്വാനമാണ് വിശുദ്ധ ഖുർആൻ നടത്തുന്നത്. മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗത്തിൽ നിങ്ങൾ നിലകൊള്ളുക. പ്രിയമുള്ളവരെ, ഈ പരിശ്രമം എവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവനാദികൾ കൊണ്ട് പരിശ്രമിക്കാനുള്ള നിരന്തരമായ ആഹ്വാനം പരിശുദ്ധ ഖുർആനിൽ ഉടനീളം നമ്മൾ കാണുമ്പോ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, എവിടെ നിന്നാണ് ഈ പരിശ്രമം ആരംഭിക്കേണ്ടത്? എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത്? ഇത് തുടങ്ങാനുള്ള രീതിശാസ്ത്രം വളരെ മനോഹരമായി ഇസ്ലാം നൽകുന്നത് എന്നാണ്. നിന്നിൽ നിന്നാണ് ഇത് ആരംഭിക്കേണ്ടത്, നമ്മിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനൊരുങ്ങുന്ന ഒരു മുഅ്മിനിൻ
ഒരു മുജാഹിദിന്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തെ, സ്വന്തം ഇച്ഛകളെ, സ്വന്തം ആഗ്രഹാഭിലാഷങ്ങളെ പടച്ചവന്റെ താല്പര്യത്തിന് അനുയോജ്യമാക്കി തീർക്കുക എന്നതാണ്. അഥവാ നമ്മെ അള്ളാഹുവിനുള്ള സമർപ്പണത്തിൽ നിന്നും തടയുന്ന, പടച്ചവനെ ധിക്കരിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം മനസ്സിന്റെ ദുശ്ചിന്തകളെ, നമ്മുടെ തന്നെ തെറ്റായ ആഗ്രഹാഭിലാഷങ്ങളെ നിയന്ത്രിക്കുകയും ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദേഹേച്ഛയെ ദൈവേച്ഛക്ക് വിധേയപ്പെടുത്തുക എന്നതാണ്. നമ്മുടെ ഇച്ഛകൾക്ക് മേൽ അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് മേധാവിത്വം നൽകുക എന്നതാണ്. അങ്ങനെ സ്വന്തത്തിന് മേൽ അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക്, പടച്ചവന്റെ ഇച്ഛക്ക്, പടച്ചവന്റെ ഇഷ്ടത്തിന് മേധാവിത്വം നൽകുമ്പോഴാണ് ദീനിനു വേണ്ടി പണിയെടുക്കാനുള്ള അർഹത നമുക്ക് ലഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടൊപ്പം ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. ശത്രുക്കളുമായി ഏറ്റുമുട്ടി തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ തന്റെ അനുയായികളോട് പറയുന്നുണ്ട്, റജഅനാ മിൻ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബർ. നമ്മൾ ഒരു ചെറിയ യുദ്ധത്തിൽ നിന്നും ഒരു വലിയ യുദ്ധത്തിലേക്കാണ് മടങ്ങുന്നത്. സഹാബികൾ അമ്പരന്നു. അവർ ആശ്ചര്യത്തോടു കൂടി റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കി. എന്താ പ്രവാചകൻ ഈ പറയുന്നത്? പ്രതിയോഗികളെ രണാങ്കണത്തിൽ പരാജയപ്പെടുത്തി തിരിച്ചു വരുന്ന വേളയിൽ പ്രവാചകൻ പറയുകയാണ്, നമ്മൾ ചെറിയ യുദ്ധത്തിൽ നിന്നും വലിയ യുദ്ധത്തിലേക്കാണ് മടങ്ങുന്നത്. സഹാബികൾ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, വമൽ ജിഹാദുൽ അക്ബർ യാ റസൂലുള്ളാഹ്, ഏതാണ് നബിയെ ആ വലിയ ജിഹാദ്? ഏതാണ് ആ വലിയ ജിഹാദ്? പ്രവാചകൻ മറുപടി പറഞ്ഞു, മുജാഹദത്തുൽ അബ്ദി ലി ഹവാഹു. മുജാഹദത്തുൽ അബ്ദി ഹവാഹു, ഒരു അടിമ സ്വന്തം ദേഹേച്ഛയോട് നടത്തുന്ന സമരമാണത്. അഥവാ ഒരു മുഅ്മിൻ തന്റെ ജിഹാദ് ആരംഭിക്കേണ്ടത് സ്വന്തം ഇച്ഛകളെ അള്ളാഹുവിന്റെ താല്പര്യത്തിനനുസരിച്ച് പരിവർത്തിപ്പിച്ചുകൊണ്ടാകണമെന്നാണ്. അതുകൊണ്ടാണ് ഈ സമരത്തിൽ, അഥവാ ഇച്ഛകളോടുള്ള സമരത്തിൽ, ഇച്ഛകളെ കീഴ്പ്പെടുത്താനുള്ള പോരാട്ടത്തിൽ വിജയിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളാണ് ഈ ദൗത്യം ഏൽപ്പിക്കാൻ ഒരുങ്ങുന്നതിന്റെ മുന്നോടിയായി വിശ്വാസികളെ പടച്ചവൻ തെരഞ്ഞെടുത്ത കാര്യവും ജിഹാദ് ചെയ്യാനുള്ള ആഹ്വാനവും നൽകുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പാകപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശം നൽകുകയാണ്. അഥവാ ഇച്ഛകൾക്ക് മേൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് മേധാവിത്വം നൽകാൻ ആവശ്യമായ രീതിയിൽ നമ്മെ പാകപ്പെടുത്താൻ നിർദ്ദേശിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പണിയെടുക്കാൻ ഒരുങ്ങുന്നവർ, പരിശ്രമിക്കാൻ തീരുമാനിച്ചവർക്ക് ഉണ്ടാകേണ്ട പ്രഥമ നിബന്ധനകൾ എന്ന് പഠിപ്പിക്കുകയാണ്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ റുക്കൂ ചെയ്യുക, നിങ്ങൾ സുജൂദുകൾ ചെയ്യുക, വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ നാഥന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കീഴ്പ്പെടുത്തുക, വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, ധാരാളമായി നന്മനിരതമായ ജീവിതത്തിന്റെ ഉടമകളായി നിങ്ങൾ മാറുക, എങ്കിൽ നിങ്ങൾ വിജയിച്ചേക്കാം. അത് കഴിഞ്ഞിട്ടാണ് വജാഹിദു ബില്ലാഹി ഹഖ ജിഹാദിഹി എന്ന് പറയുന്നത്. അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമത്തിന് മുന്നൊരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനുള്ള കീഴ്വണക്കം, പടച്ചവനുള്ള ജീവിതത്തെ സമർപ്പണം. അതിന്റെ പ്രഥമ പടിയായിട്ടാണ് ഇഖാമത്തു സ്വലാത്തിനെ പരിചയപ്പെടുത്തുന്നത്. ഇത് വിശുദ്ധ ഖുർആനിന്റെ ഒരു ശൈലിയാണ്. പടച്ചവന്റെ സഹായം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ജിഹാദിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അള്ളാഹുവിന്റെ തുണയും തൗഫീഖും ഇല്ലാതെ നിങ്ങൾക്ക് ഈ സമരത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്നിരിക്കെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഖീനൂ ബിസ്സബ്രി വസ്സലാ, മുഅ്മിനുകളെ നിങ്ങൾ അള്ളാഹുവിന്റെ സഹായം തേടുക, സബ്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും പടച്ചവന്റെ സഹായത്തിന് നിങ്ങൾ അർഹരായി തീരുക. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തെ ഈ മാർഗത്തിൽ പാകപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ പടച്ചവൻ പ്രത്യേകമായി പ്രവാചകനോട് പറയുന്നതും അത് തന്നെയാണ്, അല്ലെ? റസൂലുള്ളാഹിനെ ഈ മഹത്തായ ദൗത്യത്തിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത് ആദ്യമായി പ്രവാചകന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അവതരിപ്പിച്ചു കൊടുത്ത പഞ്ചസൂക്തങ്ങൾക്ക് ശേഷം പിന്നീട് അവതരിക്കുന്നത് അധ്യായത്തിൽ അള്ളാഹു പറയുന്നത്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല, യാ അയ്യുഹൽ മുസമ്മിൽ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നവരെ എഴുന്നേൽക്കുക, ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല, രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുക അല്പസമയം ഒഴികെ. അഥവാ പടച്ചവനാൽ പ്രത്യേകമായ ഒരു ദൗത്യത്തിന് താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതത്ര നിസ്സാരമായ പണിയല്ല, അതത്ര ചെറിയ കാര്യമല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, അതിന്റെ തുടർച്ചയിൽ നമ്മൾ കാണുന്നുണ്ട്. താങ്കൾക്ക് നാം വളരെ ഭാരിച്ച വചനം അവതരിപ്പിക്കാൻ പോകുന്നു. ഈ ഭാരിച്ച വചനം ഏറ്റെടുക്കാൻ, ഈ ഭാരിച്ച ചുമതല ഏറ്റെടുക്കുവാൻ അതിനാവശ്യമായ മനോബലം ഉണ്ടാകണം. അതിനാവശ്യമായ യോഗ്യത ആർജിക്കുന്നത്
പടച്ചവന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമയായിട്ടാണ്. സ്വന്തം ഇച്ഛകളെ അതിജീവിക്കാൻ ആവശ്യമായ രീതിയിൽ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിച്ചുകൊണ്ട് മനോബലമുണ്ടാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അതിന്റെ തുടർച്ചയിൽ നമ്മൾ കാണുന്നു, ഈ ഖുർആനിലും ഇതിനു മുമ്പും നിങ്ങൾക്ക് അല്ലാഹു പേരിട്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, പടച്ചവൻ പേരിട്ട ഒരു ഉമ്മത്താണ് നമ്മൾ. അല്ല പേരിട്ട് വിളിച്ച ഒരു ഉമ്മത്തിന്റെ ഭാഗമാണ് നമ്മൾ. മുസ്ലിമാണ് എന്ന നമ്മുടെ അവകാശവാദം ഈ ജിഹാദിനോട് നമ്മൾ സ്വീകരിക്കുന്ന സമീപനം അനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുക. പടച്ച റബ്ബ് നമ്മളെ മുസ്ലിങ്ങൾ എന്ന് നാമകരണം ചെയ്തത് അതിന്റെ പേരിൽ നമ്മൾ അഹന്ത നടിക്കാനോ അതിന്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കാനോ അല്ല. പണ്ട് ബനൂ ഇസ്രായേൽ സമൂഹത്തിന് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഹു, ഞങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടപ്പെട്ടവരാണ്, പടച്ചവന് പ്രിയപ്പെട്ടവരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും നരകത്തിൽ സ്പർശിക്കുകയില്ല എന്നൊരു അഹന്തയുടെ, ഒരു ദാർഢ്യത്തിന്റെ, ഒരു ആത്മവിശ്വാസത്തിന്റെ, ഒരു അമിതമായ ഒരു ആത്മവിശ്വാസത്തിന്റെ ഭാവം അവർക്കുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരുത്തി. ഈ ദൗത്യമാർഗത്തിൽ എത്ര കണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുവോ അത്രയാണ് മുസ്ലിങ്ങൾ എന്ന ഈ പടച്ചവന്റെ നമുക്ക് നൽകിയ വിശേഷണത്തോടുള്ള നീതി പുലർത്തൽ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ അവിടുത്തെ ജീവിതം കൊണ്ട് ഈ ദീനിന് നമ്മുടെ മുമ്പിൽ സാക്ഷിയായത്, അതുപോലെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ പടച്ചവന്റെ ദീനിന്റെ റെപ്രസെന്റേഷൻ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് അല്ലാഹു പറയുന്നത്. അതത്ര ചെറിയ കാര്യമല്ല, അതൊരു അല്പം വലിയ കാര്യമാണ്. അതിന് നമുക്ക് അല്ലാഹുവിനെ അവലംബമാക്കാൻ കഴിയണം. ആദ്യവും അവസാനവും പറയുന്നത് ഇഖാമത്തു സ്വലാത്തിനെ കുറിച്ച് തന്നെയാണ്. പടച്ചവനെ മുറുകെ പിടിക്കണം നിങ്ങൾ. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു സമയത്ത് നമുക്ക് പറയാവുന്നതാണ്. എന്താണ് ഇഖ്തിസാമുമില്ല? നിങ്ങൾ അല്ലാഹുവിനെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ തന്നെയാണ് ഏറ്റവും നല്ല നിങ്ങളുടെ രക്ഷാധികാരിയും നിങ്ങളുടെ ഏറ്റവും മികച്ച സഹായിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഹജ്ജ് അവസാനിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവൻ നമ്മളെ തെരഞ്ഞെടുത്ത മുസ്ലിങ്ങൾ എന്ന ആ നാമകരണത്തോട് നീതി പുലർത്തിക്കൊണ്ട് വിശ്വാസത്തിന്റെ അനിവാര്യ താല്പര്യമായ എന്ന നിലക്ക് പരിശുദ്ധ ഖുർആനും പ്രവാചകനും ഒക്കെ പഠിപ്പിച്ച അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ ജീവധന കൊണ്ടുള്ള ജിഹാദിന്റെ മാർഗത്തിൽ സാധ്യമാകുന്ന വിധം പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, അതുവഴി ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യം നിർണയിക്കപ്പെട്ട ഉമ്മത്ത് മുസ്ലിമയിൽ നിലനിന്നു പോകാൻ, അവസാനം അള്ളാഹുവിന്റെ നിലയോടുകൂടി നാഥനെ കണ്ടുമുട്ടാൻ പടച്ചവൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സ്വർഗീയ അനുഭൂതികൾക്ക് അർഹരായി തീരാൻ കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.